ഹായ് ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും വന്നിരിക്കുന്ന കുറച്ച് ഒഴിവുകളെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ ഫ്രഷർ വാക്കൻസി മാത്രമല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന വാക്കൻസീസ് ആണ് കേട്ടോ. അതാദ്യമേ തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആ ഒരു പോസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിന് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഏതൊരു പോസ്റ്റിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. IT ജോബ്സ് മാത്രമല്ല മറ്റു പല ജോബും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്യേണ്ട മെയിൽ ID യും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒട്ടും സമയങ്ങളേണ്ടി ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപേ തന്നെ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ആദ്യത്തെ പോസ്റ്റ് വന്നിരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിൻ്റെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അതല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ടുള്ള ഡിഗ്രി പഠിച്ചവർക്കാണ് ഈ ഒരു ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ 5 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസും ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഗൂഗിൾ ആഡ്സ്, ഗൂഗിൾ അനലിറ്റിക്സ് സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും. ഇതിന് അപ്ലൈ ചെയ്യേണ്ട മെയിൽ ID ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിലോട്ട് നിങ്ങളുടെ CV ഫോട്ടോ സഹിതമുള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് പോസ്റ്റ് വന്നിട്ട് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഒറൈറ്റ്സ് ടെക്നോളജീസ് ബിസിനസ് ഡെവലപ്മെൻറ്റ് കമ്പനിയാണ് ഇതിന് ഈ ഒരു വേക്കൻസി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ വന്നിട്ട് MBA മാർക്കറ്റിംഗ് ഡിഗ്രിയാണ് വേണ്ടത്. അതുമാത്രമല്ല ഈ ഒരു ഫീൽഡിൻ്റെ അകത്ത് 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ MS ഓഫീസ്, അതുപോലെ തന്നെ റിട്ടൺ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൽ, അതൊക്കെയാണ് സ്കില്ലായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് അപ്ലൈ ചെയ്യേണ്ട മെയിൽ ID ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെയിൽ IDയിലോട്ട് നിങ്ങളുടെ റെസ്യൂമ് ഫോട്ടോ സഹിതമുള്ള അപ്ഡേറ്റഡ് റെസ്യൂമ് ഫോർവേഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് iOS ഡെവലപ്പറുടെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്കും അതല്ലെങ്കിൽ അതോട് അനുബന്ധമായിട്ടുള്ള ഡിഗ്രി പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. BSc കമ്പ്യൂട്ടർ സയൻസ്, BCA ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിനോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ്, ആർക്കിടെക്ചർ, പാറ്റേണുകളെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണയുള്ളവർക്ക് ആണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ പ്രൊസീജിയർ ആയിരിക്കും. മെയിൽ അയക്കേണ്ട വിലാസം ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇതിലോട്ട് നിങ്ങളുടെ റെസ്യൂമ് അപ്ഡേറ്റഡ് റെസ്യൂമ് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിഷ്വൽ ഡിസൈനറുടെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. മോഷൻ ഗ്രാഫിക്സ്, വിഷ്വൽ ഡിസൈനർ, ആനിമേഷൻ, ഇല്ലസ്ട്രേഷൻ, ഇതിലൊക്കെ അഡോബ് ഫോട്ടോഷോപ്പ്, ഇതൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താ പറയുക എക്സ്പീരിയൻസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഫ്രഷേഴ്സിനെയും നോക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യങ്ങളിലൊക്കെ ഇത്തിരി അറിവുണ്ടായിരിക്കണം എന്ന് മാത്രം. അതുപോലെ തന്നെ വെബ്, മൊബൈൽ, സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ ഡിസൈനിങ്, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട അറിയാവുന്ന ആൾക്കാർക്കാണ് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലെ പോസ്റ്റാണ്. CV അയക്കേണ്ട മെയിൽ ID ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂം നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് പോസ്റ്റ് വന്നിരിക്കുന്നത് ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഗ്രാജുവേഷൻ അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതും ഫ്രഷർ വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. കുറഞ്ഞത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്കിലും അറിവുള്ളവരായിരിക്കണം. അതേതും ആവാം. PHP അതല്ലെങ്കിൽ HTML അതല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റ്, ആംഗുലർ, റിയാക്ട്, ഇതിലേതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചിട്ട് ധാരണയുള്ള ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്ലൈ ചെയ്യേണ്ട മെയിൽ ID ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതിലോട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂമ് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഈ പോസ്റ്റും വന്നിരിക്കുന്നത് ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്തെ പോസ്റ്റാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വാക്കൻസീസാണ് ഇപ്പോൾ നിലവിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പുതിയതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഫ്രഷർ വാക്കൻസിയും എക്സ്പീരിയൻസ്ഡ് വാക്കൻസി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഫീൽഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് അറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്യൂമ് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോബിൻ്റെ വാക്കൻസിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.